ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബിൻ്റെ ഡീറ്റെയിൽ പറയാൻ തന്നെയാണ് ഞാനിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പലർക്കും ആ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ആ വീഡിയോ ഇടാൻ കാരണം പിന്നെ പലരും എടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണത്തിലേ ഉള്ളൂ, ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോൾ കുറേ പേര് ഒരുമിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരു 100 പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 80 പേർക്കൊക്കെ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കുറച്ച് പേര് അത് വിട്ടുപോകും. അങ്ങനെ വിട്ടു പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നിട്ട് PM വന്നിട്ട് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുക, ശപിക്കണ പോലെ, പ്രാവണ പോലെ, പിന്നെ പൈസ ഉണ്ടാക്കാനാണ് യൂട്യൂബിൽ വീഡിയോ ഇടണേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് മെൻ്റലി ആകെ ഡൗൺ ആയി പോകണ കാര്യമാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മിസ്സാവരുത്, എല്ലാവർക്കും ഉപകാരം വേണം, ആർക്കും ആ ഒരു ഫീല് വരുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാതെ, എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കാതെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകൾ, ഞാൻ എടുത്തു തരുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. പ്രതിലിപി ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു തരാം, ലെക്ചറായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ നിങ്ങളത് വായിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങൾ ഫീസൊന്നും തരണ്ട. നിങ്ങൾ പ്രതിലിപിയിൽ കയറി എൻ്റെ പ്രൊഫൈലിൽ കയറി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കിട്ടുന്ന കണ്ടന്റുകൾ നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഏണിങ്സ് കിട്ടുമല്ലോ. അപ്പോൾ അത് മാത്രം മതി. അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ അപ്പോൾ ഒരുപാട് പേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, അവർക്കൊന്നും ഞാൻ പറയണത് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വീഡിയോസ് ഇടണ്ട, സ്റ്റോപ്പ് ചെയ്യാം, ചാനലിൽ വീഡിയോ ഇടണ്ട. കാരണം നമുക്ക് മെൻ്റലി സ്ട്രെസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾക്കത് ഉപകാരമാണെങ്കിലോ, ഇപ്പം ഞാൻ കാരണം ഞാനിങ്ങനെ അഹങ്കാരമൊന്നും പറയല്ല, പക്ഷേ എന്നോട് അവർ പേഴ്സണലായിട്ട് വന്ന് പറയണ കാര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകൾ എടുത്ത് കൊടുത്തിട്ടായാലും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായാലും മോള് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയത്, ഞങ്ങൾക്കൊരു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയത് മോള് കാരണമാണ്, അങ്ങനെ വന്ന് പറയണ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരു വെളിച്ചം വരാണെങ്കിലും വെച്ചിട്ട് ഞാൻ പിന്നെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോഴും ചിലപ്പോൾ കുറേ പേരെ ശപിക്കാനൊക്കെ ഉണ്ടാവും, ചെയ്ത് പറയാനൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെയുള്ളവരോട് പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ കാണണ്ട, ഞാനിങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട്, യൂട്യൂബിൽ നിന്ന് പൈസ, ഏതൊരു യൂട്യൂബറായാലും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ആഗ്രഹിക്കുള്ളൂ. പക്ഷേ അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ ഇടുന്ന ആളൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ വരും ദിവസങ്ങളിൽ 2 മനസ്സായിരുന്നു വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ. പക്ഷെ ഞാൻ എന്തായാലും സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തു. പറയണവർ പറയട്ടെ, നമ്മൾ അതിനു വേണ്ടി ഗ്രൂപ്പൊന്നും ഉണ്ടാക്കി പ്രതിലിപി കൂടെ ക്ലാസ് എടുക്കാൻ, ലെക്ചറായിട്ട് ക്ലാസ് എടുക്കാനൊന്നും പോകണില്ല. കാരണം അത് മാത്രം ആർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് ഞാൻ എൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് നേരിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരുമ്പോൾ എന്തായാലും നിങ്ങളുടെ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റില്ല. പക്ഷേ പ്രതിലിപിയിൽ കൂടെ ലെക്ചറായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ആ പ്രതിലിപിയിലൂടെ തന്നെ മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോ ഇട്ടത്. അത് നിയമപരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, പ്രതിലിപി ആപ്ലിക്കേഷനിലൂടെ കഥകൾ മാത്രമാണ് എഴുതാൻ പാടില്ല, അങ്ങനത്തെ കാര്യം ഞാൻ ചിന്തിച്ചില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് എനിക്ക് അറിയുന്ന വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ജോബ് വേക്കൻസിയുടെ കാര്യങ്ങൾ, അങ്ങനെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ എൻ്റെ ഒഴിവ് പോലെ ഞാൻ വരാം. താങ്ക് യു.